ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൗസ് കുക്ക് ബുക്ക്. ഇന്ന് ഓണം സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡിൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നാരങ്ങ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ നാരങ്ങ കറി തയ്യാറാക്കുന്നതിനായി എടുത്തിട്ടുള്ളത് 8 ചെറുനാരങ്ങയാണ്. ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ വെക്കാം. ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. സാധാ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാതള നാരങ്ങയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ നാരങ്ങ വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നാരങ്ങക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ കടുകിടാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇടുന്നുണ്ട്. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടണം. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അത് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഓവറായിട്ട് വറുക്കണ്ട, ഒരു 10 സെക്കൻഡ് വറുത്താൽ മതിയായിരിക്കും. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം വറുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. അതും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയായിരിക്കും. ശേഷം നന്നായിട്ട് വഴറ്റുക. നമുക്ക് 2 പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നാരങ്ങ വേവിച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
1 കപ്പ് ഒഴിച്ചാൽ മതിയായിരിക്കും. കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം നാരങ്ങ വേവിച്ച വെള്ളം പിന്നെയും ഒഴിച്ചു കൊടുത്താൽ കുറച്ച് കയ്പുണ്ടാകും. ഞാനിവിടെ ഒരു 15 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ചേർക്കുന്നത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയായിരിക്കും. പക്ഷേ വെളുത്തുള്ളിയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നാരങ്ങാക്കറിക്ക് കിട്ടുന്നത്. ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ സാധാ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്. ജസ്റ്റ് തിളയ്ക്കാൻ വെക്കുക. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാരങ്ങക്കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ ഓണം സ്പെഷ്യൽ നാരങ്ങക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.